നമ്മുടെ ഹറകാത്ത് സക്കനാത്ത് പോക്ക് വരവ് ഇരുത്തം നടത്തം നമ്മുടെ സർവ്വ ചലനങ്ങളും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന യജമാനനായ അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നുകൂടാ. സമ്പത്തുണ്ടാകും, അധികാരമുണ്ടാകും, ആരോഗ്യമുണ്ടാകും, അത് മുഴുവനും അത് ഉപയോഗപ്പെടുത്തിയിട്ട് റബ്ബിനെ ധിക്കരിച്ചുകൂടാ, റബ്ബിനെ നിസ്സാരപ്പെടുത്തിക്കൂടാ. മുത്തായ തങ്ങൾ പഠിപ്പിച്ച സുന്ദര മതത്തെ നമ്മൾ അശ്ലീലമായി ചിത്രീകരിച്ചുകൂടാ. ലോകത്തുള്ള ആലിമീങ്ങളും സദാത്തുക്കളും പറഞ്ഞു തരുന്ന ദീനിനെ പുറം കാലുകൊണ്ട് അറബിക്കടലിലേക്ക് ചവിട്ടി വലിച്ചെറിഞ്ഞുകൂടാ. റബ്ബ് പാഠം പഠിപ്പിക്കും കേട്ടോ. ഗാഫിരിൽ ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദിത്തൗൽ. യജമാനനായ റബ്ബിന്റെ ദീൻ അനുസരിക്കാതെ ധിക്കാരിയായി നടക്കുന്നവരാണോ റബ്ബൊരു പക്ഷേ പൊറുത്തു തരും. തൗബ നസൂഹായാൽ റബ്ബൊരു പക്ഷേ സ്വീകരിച്ചേക്കാം. തൗബത്തിനും അതേ തൗബ ചെയ്യാനും അവസരം കിട്ടിയിട്ട് തോന്നിവാസങ്ങൾ വീണ്ടും തുടരുകയാണെങ്കിൽ അല്ലാഹു തആല ശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.